നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവ്രിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ പറഞ്ഞു, ഈ സെക്കൻഡ് സെം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സബ്ജക്റ്റ് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഏതെങ്കിലും സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ഒരു 3 വർഷം കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആക്കാൻ പറ്റും, അത് ഓരോ സബ്ജക്റ്റിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോ സബ്ജക്റ്റും ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റിന് പിറകെ പോവാതെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഈസി ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് വരുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗം നിങ്ങളാണ് നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് നമുക്കിപ്പം ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബാസിലുള്ള സ്റ്റുഡൻസ് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വിധമായിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പുറത്ത് നിന്നുള്ള സ്റ്റുഡൻസ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ബുക്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ ഡേറ്റിന് മുന്നേ അത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അത് ഡിലേ ആക്കാതെ എല്ലാവരും പ്രോപ്പർ ടൈമിൽ തന്നെ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്